കാബാലയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ തവാഫ് ചെയ്യുന്നു. ഓരോ ദിവസം നമ്മൾ തവാഫ് ചെയ്യുന്നു. അള്ളാഹു ആ തവാഫൊക്കെ സ്വീകരിക്കട്ടെ. ഇതിന് പറയുന്ന പേരാണ് മത്വാഫ്. ആളുകൾ ഇങ്ങനെ ചുറ്റുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് മത്വാഫ് എന്ന്. പരിശുദ്ധമായ കാബാലയം 10 തവണയായി പുനർനിർമ്മിക്കപ്പെട്ട ഭവനമാണ്. 10 തവണ. ആദ്യമായി കാബയെ നിർമ്മിക്കുന്നത് മലക്കുകളാണ്. ആദ്യ കാബ ഉണ്ടാക്കുന്ന ആരാണ്? മലക്കുകൾ. അള്ളാഹുവിനെ ആരാധിക്കാൻ ഭൂമിയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ഭവനമാണ് പരിശുദ്ധ കാബാലയം. ഇന്ന അവ്വല ബൈത്തിൻ ഉദിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹിം എന്ന് പറയുന്ന ഖുർആനിൽ പറഞ്ഞ മഖാമാണ് അതാ കാണുന്ന മഖാം ഇബ്രാഹിം. മഖാം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരുള്ള മഖാം ഇബ്രാഹിം, അതിനൊരു വലിയ ചരിത്രമുണ്ട്. ഓരോന്നിൻ്റെതായ ചരിത്രമുണ്ട്. ഓരോന്നിൻ്റെതായ ചരിത്രമുണ്ട് കേട്ടോ. പരിശുദ്ധമായ കാബാലയം ആദ്യമായി നിർമ്മിക്കുന്നത് മലക്കുകൾ, പിന്നീട് ആദം നബി അലൈഹിസ്സലാം, പിന്നീട് സീസ് അലൈഹിസ്സലാം, പിന്നീട് ഒരുപാട് കാലം അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് തൂഫാൻ. അതിൽ കാബ എന്തായി? തകർന്നുപോയി. പിന്നെ ഭൂമിക്കടിയിലാണ്. ആ ഭൂമിക്കടിയിലുള്ള പരിശുദ്ധ കാബാലയത്തെ പുനർജനിപ്പിച്ച് ഇതുപോലെ ആക്കിയത് ഒരു പ്രവാചകനാണ്, സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി. ഇബ്രാഹിം നബിയുടെ നാട് ഏതാണ്? ഇറാഖ്. ഇറാഖിലെ ഊർ എന്ന് പറയുന്ന പട്ടണത്തിലാണ് ആര് ജനിക്കുന്നത്? ഇബ്രാഹിം നബി. ബാബിലോണിയൻ മെസപ്പൊട്ടോമിയൻ സംസ്കാരമുള്ള ഇറാഖിലെ ഊറിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം മകൻ ഇസ്മായിൽ നബിയെയും ഹാജറ ബീവിയെയും കൂട്ടിയിട്ട് കാൽനടയായിട്ട്, നമ്മൾ വാഹനത്തിലാണ് വന്നത്, എത്രയോ കിലോമീറ്റർ കാൽനടയായി സ്വന്തം കുടുംബത്തെയുമായി പരിശുദ്ധ മക്കയിലേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജോർദാൻ, അമ്മാൻ, ഫലസ്തീൻ തുടങ്ങിയ രാജ്യങ്ങളിലൂടെ നടന്ന് ഈ കാബയുടെ മുറ്റത്ത് ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും ഹാജറ ബീവിയെയും, അന്ന് കാബ കാണാനുണ്ടോ? അന്ന് കാബ ഭൂമിക്കടിയിലാണ്. ആ പരിശുദ്ധ കാബാലയത്തെ പിന്നീടാണ് പുനർജീവിപ്പിക്കുന്നത്. അങ്ങനെ ഇസ്മായിൽ അലൈഹിസ്സലാമും ഹാജറ ബീവി ഒറ്റക്കാണ് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ വർത്തമാനം, റബ്ബി ഇന്നി അസ്കൻതു ബിവാദിൻ ഗൈരി ദീ സർഅ്. പുല്ല് പുഷ്പങ്ങൾ മുളക്കാത്ത വെറും ഒട്ടൻ കുന്നുകളായ മലകളും കുന്നുകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ണിൽ, ഒരു മലഞ്ചെരുവിൽ എന്റെ കുടുംബത്തെ ഞാൻ താമസിച്ചു. ആരാ കുടുംബം? ഹാജറ ബീവിയും ഇസ്മായിൽ നബി. ആ ഹാജറ ബീവിനെ ഇസ്മായിൽ നബിനെ ഇവിടെ ഇരുത്തിയത്. അവിടെ നമ്മളെ കാണുന്ന, നമ്മളവിടെ ഇരിക്കൂല, മക്കാമിന്റെ ബാക്ക്, അവിടെ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ഇരുത്തിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു നടക്കുകയാണ്. തിരിച്ചു നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? തിരിച്ചു നടക്കുന്ന സമയത്ത് ഭാര്യ ചോദിക്കുകയാണ്, നിങ്ങളേട്ടാ ഞങ്ങളിട്ട് പോകണമെന്ന് ചോദിച്ചില്ല. ഇബ്രാഹിം നബി അങ്ങനെ പോകുന്നു, തിരിഞ്ഞു നോക്കാതെ പോകുന്നു. കുറച്ചങ്ങോട്ട് പോയപ്പോൾ തിരിഞ്ഞു നോക്കി. അല്ല, എങ്ങോട്ടാണ് ചോദിച്ചു. ഇല്ല റബ്ബി, എന്റെ റബ്ബിലേക്കാണ് ഞാൻ. പിന്നെ വേറെ വർത്താനല്ല. സ്വന്തം ഭാര്യനെയും കുട്ടിനെയും ആളും മനുഷ്യനും ഇല്ലാത്തൊരു സ്ഥലത്ത് താമസിപ്പിച്ച് തിരിച്ചു നടക്കുകയാണ്. ആരെ തീരുമാനാണ്? ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി, ഞാൻ എന്റെ റബ്ബിന്റെ തീരുമാനത്തിന് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇബ്രാഹിം നബി എന്താണത്, അപ്പയേക്ക് ഇവർക്കുള്ള ഭക്ഷണം തീർന്നിട്ടുണ്ട്, വെള്ളം, കുട്ടി ദാഹം കൊണ്ട്, ചെറിയ കുഞ്ഞനായ ബാലനായ ഇസ്മായിൽ അലൈഹിസ്സലാം ദാഹം കൊണ്ട് വലഞ്ഞുപോയി, ദാഹിച്ചു വലഞ്ഞു. വെള്ളം അന്വേഷിച്ച് ഹാജറ ബീവി സഫാ കുന്നിൽ കയറുന്നു. മറുവ കുന്നിൽ പോയി ഏന്തി നോക്കുന്നു. പക്ഷെ വെള്ളം, സഫയിൽ നോക്കുമ്പോൾ വെള്ളമല്ല, അത് വലിയൊരു കുന്ന. അതിന് മുകളിൽ നിങ്ങോട്ട് നോക്കുക, എവിടെങ്കിലും വെള്ളത്തിന്റെ ശകലങ്ങളുണ്ടോ, ആരെങ്കിലും യാത്രക്കാർ വരുന്നുണ്ടോ, ഏതെങ്കിലും പക്ഷികളുടെ ശബ്ദമുണ്ടോ? ഒന്നുമില്ല. സഫയിൽ നിന്ന് മറുവയിലേക്ക്, മറുവയിൽ നിന്ന് സഫയിലേക്ക്, സഫയിൽ നിന്ന് മറുവയിലേക്ക്, അങ്ങനെ 7 തവണ നടന്നു. തിരിച്ചു വന്ന് അവിടെ ചെന്ന് നോക്കുമ്പോൾ കുഞ്ഞ് ഇസ്മായിൽ അലൈഹിസ്സലാം കാലിട്ട് ഇങ്ങനെ അടിക്കുന്നു. അവിടുന്ന് ഒരാളിങ്ങനെ ഉയർന്ന് പൊങ്ങി പോകുന്നു. ആരാണ് ആ ഉയർന്നു പോകുന്നത്? ഇസ്മായിൽ അലൈഹിസ്സലാം കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് ജറക് വിരിച്ച് ഒരാൾ പറന്നു പോകുന്നു. ആരാണത്? സയ്യിദുന മലക്ക് ജിബ്രീൽ. അപ്പോഴേക്ക് ഇസ്മായിൽ അലൈഹിസ്സലാം കാലിട്ടടിച്ച സ്ഥലത്ത് വെള്ളം ഉറവയെടുത്തിട്ടുണ്ട്. വെള്ളം അതാണ് മാഉ സംസം. മാഉ സംസം. ഹാജറ ബീവിയാണ് എന്ത് പറഞ്ഞത്? സംസം, അടങ്ങൂ അടങ്ങൂ അടങ്ങൂ. ആ സംസമാണ് നമ്മൾ കുടിക്കുന്ന മാഉ സംസം ലിമാ ശുരിബ ലഹു. സംസം എന്ത് ഉദ്ദേശത്തിനാണോ കുടിക്കുന്നത്
ആ ഉദ്ദേശം നിറവേറുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ആ സംസം കുടിച്ചതിന്റെ ഫലം അള്ളാഹു നമ്മളെ ശരീരത്തിലൊക്കെ കാണിച്ചു അതിന്റെ അത്ഭുതകരമായ ശിഫ അള്ളാഹു നൽകട്ടെ. പരിശുദ്ധമായ കഅബാലയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ ഇന്ന് സ്പർശിച്ച മുൽത്തസം. പരിശുദ്ധ കഅബാലയത്തിന്റെ വാതിലിന്റെയും പരിശുദ്ധ കഅബാലയത്തിന്റെ ഹജറുൽ അസ്വദിന്റെ ഇടയിലുള്ള സ്ഥലത്തിന്റെ പേരാണെന്ത്? മുൽത്തസം. ആരെങ്കിലും അവിടെ ചെന്ന് തൊട്ട് അല്ലെങ്കിൽ നെഞ്ചു വെച്ച് അല്ലെങ്കിൽ നേരെ നിന്ന് അള്ളാഹുവിനോട് വല്ല കാര്യവും ചോദിച്ചാൽ, മൻ യസ്അലുല്ലാഹ ഇൻദൽ ബാബ്, ഈ കഅബയുടെ വാതിലിന്റെ അരികിൽ വെച്ചുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിച്ചാൽ, ഇല്ല അൽതാഹു ഇയ്യാഹു, അയാൾക്കത് നൽകപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അള്ളാഹു ഉറപ്പ് കൊടുത്ത കാര്യമാണ്. അവിടെ പോയി മക്കളില്ല പഠിച്ചവനെ എനിക്ക് മക്കളില്ല തരണം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കും. എനിക്ക് ക്യാൻസറാണ് റബ്ബേ അത് മാറ്റിത്തരണം, അള്ളാഹു തആല മാറ്റിത്തരും. അതാണ് പരിശുദ്ധമായ മുൽത്തസം. ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു സ്ഥലം. രണ്ടാമത്തെ ഒരു സ്ഥലമാണ് ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദ് സ്വർഗത്തുനിന്ന് വന്ന കല്ലാണെന്നൊക്കെ നമുക്കറിയാം. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഇന്ന റുക്ന വൽ മഖാമ യാഖൂതത്തുൻ യവാഖീത്തിൽ ജന്ന, സ്വർഗത്തിന്റെ മാണിക്യത്തിൽപ്പെട്ട ഒരു മാണിക്യമാണ് ഏത്? ഹജറുൽ അസ്വദും മഖാം ഇബ്രാഹിം. ഇന്ന റുക്ന വൽ മഖാം, ഹജറുൽ അസ്വദും മഖാം ഇബ്രാഹിമും സ്വർഗത്തിന്റെ മാണിക്യത്തിൽപ്പെട്ട ഒരു മാണിക്യമാണ്. ആ ഹജറുൽ അസ്വദിനെ ഒരാൾ കട്ടുകൊണ്ടുപോകും. ഒരുപാട് ആളുകൾ ആ ഹജറുൽ അസ്വദിനെ അപായപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. ആരാ ഹജറുൽ അസ്വദ് തൽസ്ഥാനത്ത് സ്ഥാപിച്ചത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം അല്ലെ. പിന്നീട് റസൂലുള്ളാഹിന്റെ കാലത്ത് ഹജറുൽ അസ്വദ് ഖുറൈശികൾ പുനർനിർമ്മിക്കുന്ന സമയത്ത് എവിടെ വെക്കണമെന്ന കാര്യത്തിൽ തർക്കമുണ്ടായിരുന്നു. ആരാണ് ആ തർക്കം പരിഹരിച്ചത്? നബിയുടെ 34ാമത്തെ വയസ്സിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അത് തൽസ്ഥാനത്ത് കൊണ്ടുപോയി വെച്ച് പ്രശ്നം പരിഹരിച്ചത്. ആ കല്ലിനെ, ആ ഹജറുൽ അസ്വദിനെ പിന്നീട് ഒരു ദുഷ്ടനായ ചക്രവർത്തി, അയാളുടെ പേരാണ് അബൂ ജനാബുൽ ഖുർമുത്തി, അയാൾ വന്നിട്ട് 3 കഷ്ണമായി പീസാക്കി കൊത്തി മുറിച്ചു. എന്നിട്ട് തന്റെ ഒട്ടകത്തിന്റെ മുകളിൽ കയറ്റി. ആ ഒട്ടകം ഇങ്ങനെ കൊണ്ടുപോകുകയാണ്. ഏതിനെ? അത് കുറച്ചങ്ങോട്ട് നീങ്ങുമ്പോൾ ആ ഒട്ടകം ചത്തു വീഴും. വേറൊരു ഒട്ടകത്തിന്റെ മേത്ത് വെച്ചു. ആ ഒട്ടകവും അതിനെ വഹിച്ച് ചത്തുപോകും. അങ്ങനെ 700ഓളം ഒട്ടകം രാജാവിന്റെ തട്ടകം അഹ്സായിലേക്ക് എത്തുമ്പോൾ ഇയാളുടെ ഹജറുൽ അസ്വദിനെ പീസാക്കി കൊത്തിമുറിച്ച് അപമാനിച്ച ഈ രാജാവിന്റെ 700ഓളം ഒട്ടകങ്ങൾ ചത്തുപോയി. അവസാനം അയാൾക്ക് കുറ്റബോധമുണ്ടായി, മനപരിവർത്തനമുണ്ടായി. അയാൾ എന്തായി? അയാൾക്ക് കുറ്റബോധമുണ്ടായി, മനപരിവർത്തനമുണ്ടായി. അയാൾ എന്തായി? ആ കുതിരപ്പുറത്ത് രാജകീയമായി സ്വർണത്തിന്റെ തലികയിൽ ആ കൊത്തിമുറിച്ച ഹജറുൽ അസ്വദിനെ സ്വർണത്തിന്റെ തലികയിൽ വെച്ച് പരിശുദ്ധ കഅബാലയത്തിലേക്ക് വന്നു ആ രാജാവ്. എന്നിട്ട് അത് ആ തൽസ്ഥാനത്ത് വെച്ചു. അതാണ് ഇന്ന് നമ്മൾ ചുംബിക്കുന്ന, ഇന്ന് നമ്മൾ കാണുന്ന മൂന്നിലധികം പീസുകളുള്ള, ഇങ്ങനെ പീസായി മുറിഞ്ഞിങ്ങനെ കിടക്കുന്ന കല്ലാണ് ഹജറുൽ അസ്വദ്. ആ ഹജറുൽ അസ്വദിന്റെ അടുത്ത് വെച്ചുകൊണ്ട് ദുആ ചെയ്താൽ അത് തൊടണ്ട. അത് തൊടുന്നതിന് പകരം എങ്ങനെ ആക്കി? ബിസ്മില്ലാഹി അല്ലാഹു. എന്നാലും ഹജറുൽ സാക്ഷി വഹിക്കും. എന്നാലും ഹജറുൽ അസ്വദ് നാളെ സ്വർഗത്തിലേക്ക് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ അള്ളാഹു അധികാരം കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധമായ കഅബാലയത്തിന് 4 മൂലകളാണ്. ഒന്ന് ഹജറുൽ അസ്വദിന്റെ മൂല, റുക്നുൽ ഇറാഖ്, റുക്നുൽ ഷാം, റുക്നുൽ യമാൻ. റുക്നുൽ യമാനി മുത്തുന്നത് കാണാം ചിലര്. ഹജറുൽ അസ്വദിന്റെ ആ ഭാഗത്ത് എല്ലാവരും മുത്തുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. അത് ഹജറുൽ അസ്വദ് അല്ല. പലരും അത് ഹജറുൽ അസ്വദ് ആണെന്ന് വിചാരിച്ച് അത് പോയി തൊട്ട് ഞാൻ ഹജറുൽ അസ്വദ് മുത്തി എന്ന് പറയും. അത് ഹജറുൽ അസ്വദ് അല്ല. ഹജറുൽ അസ്വദ് ഈ കാണുന്ന കിഴക്ക് മൂലയിൽ ഉള്ള കല്ലാണ്. ആ കല്ല് മുത്തിയാലേ ആ കൂലി കിട്ടുള്ളൂ. മറ്റത് മുത്തൽ സുന്നത്തില്ലാത്ത കല്ലാണ്. അത് കൈ വെക്കുന്നു, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, കൈ അയിമ വെക്കുക. എന്നിട്ട് കൈ അതിന്റെ അടുത്ത് പോയിട്ട് കൈ അയിമൽ വെച്ചിട്ട് മഖാം ഇബ്രാഹിം ഒരാൾ തൊട്ട് നോക്കണേനൊന്നും കുഴപ്പമില്ല, അത് ഇങ്ങനെ പാളി നോക്കണേനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മഖാം ഇബ്രാഹിം ചുംബിക്കൽ സുന്നത്തില്ല. സുന്നത്തുള്ള മഖാം ഇബ്രാഹിമിന്റെ അടുത്ത് എന്താ ചെയ്യേണ്ടത്? മഖാമാണ് ഈ കാണുന്നത്. മഖാമിന്റെ ബാക്ക് സൈഡ് കാണുന്നു, അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. മഖാമിന്റെ നേരെ ബാക്കിൽ വത്തഖിദു മിൻ മഖാം ഇബ്രാഹിമ മുസല്ല. ഇബ്രാഹിം മഖാം എന്താണ്? മുസല്ലയാണ്, നിസ്കരിക്കുന്ന സ്ഥലമാണ്. ഏത്? സംസം കിണറാണ് അതിന്റെ അടുത്തുള്ളത്. നമ്മൾ സംസം കിണറിന്റെ മുകളിലൂടെ തവാഫ് ചെയ്യും. സംസം കിണറിന്റെ മുകളിലൂടെ തവാഫ് ചെയ്യും.
സംസം കിണറിന്റെ മുകളിലൂടെ നമ്മൾ തവാഫ് ചെയ്യാം. ആ സംസമിന്റെ അടുത്ത് ദുആക്ക് ഉത്തരം കിട്ടും. ആ സംസമിന്റെ അടുത്ത് വെച്ചുകൊണ്ട് എന്ത് കിട്ടും? ദുആക്ക് ഉത്തരം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇങ്ങനെ ഒരുപാട് ചരിത്രമുള്ള ഇത് ഹിജ്ർ ഇസ്മായിൽ. ഇതാണ് ഹിജ്ർ ഇസ്മായിൽ. ഹിജ്ർ ഇസ്മായിൽ ലഭിക്കണമെങ്കിൽ 75 ഫഹദ് ഗേറ്റിന്റെ അടുത്ത് നിന്ന് നേരം വെളുക്കുന്നവരെ വരെ ഉറക്കം കഴിഞ്ഞാൽ ഇതാണല്ലേ പോലീസ് പട്ടാളത്തിന്റെ പ്രൊട്ടക്ഷനോടുകൂടെ കൊണ്ടുവരുന്നില്ല. അവിടെയാണ് കാബയുടെ ഭാഗം. പരിശുദ്ധമായ ഹിജ്ർ ഇസ്മായിൽ കാബയിൽപ്പെട്ടൊരു